വർഷങ്ങളായി കാണാൻ കൊതിച്ച ആ ഒരു സ്ഥലം, ഒരിക്കലും എനിക്ക് എത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ച സ്ഥലം, അതെ, അന്റാർട്ടിക്ക. ലോകത്തിലെ 7ാമത്തെ ഭൂഖണ്ഡം, 98% മഞ്ഞിൽ മൂടപ്പെട്ട പ്രദേശം, ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% സംഭരിച്ചിരിക്കുന്ന സ്ഥലം, മനുഷ്യൻ ഏറ്റവും അവസാനം കണ്ടെത്തിയ മനുഷ്യവാസമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ഭൂഖണ്ഡം, അതെ, അന്റാർട്ടിക്ക. മഞ്ഞിന്റെ ആ ഒരു അത്ഭുത ലോകം കാണാൻ വേണ്ടി നമ്മൾ യാത്ര തിരിക്കുകയാണ്. പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെ നമ്മൾ ഡ്രേക്ക് പാസേജും ക്രോസ് ചെയ്ത് നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് യാത്ര ഇരിക്കുകയാണ്. ആ സ്വപ്ന ഭൂമി കാണാൻ, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി കാണാൻ, മഞ്ഞിന്റെ സാമ്രാജ്യത്തിലേക്ക്, പെൻഗ്വിനുകളുടെ നാട്ടിലേക്ക് നമ്മൾ യാത്ര ഇരിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2022 മെയ് മാസം, ഞാൻ അന്റാർട്ടിക്കക്ക് പോകാൻ വേണ്ടിയിട്ട് ക്രൂയിസ് ഷിപ്പ് ബുക്ക് ചെയ്യാണ്. അതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ നമ്മൾ പ്ലാനിങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് അന്റാർട്ടിക്കയിൽ പോകാം, എത്ര രൂപ ചെലവ് വരും, ഏത് ഷിപ്പ് ബുക്ക് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പേ നമ്മൾ പ്ലാനിങ് തുടങ്ങിയായിരുന്നു. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചതാണ് നമ്മുടെ ആൽബട്രോസ് എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഷിപ്പ്. ഓഷ്യൻ ആൽബട്രോസ് എന്ന് പറയുന്ന കമ്പനിയാണ്, ഡെൻമാർക്ക് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഷിപ്പ് ഏറ്റവും ബ്രാൻഡ് ന്യൂ ഷിപ്പാണ് ഇത്തവണത്തെ യാത്രയിലുള്ളത്. 2022 ഫെബ്രുവരി മാസം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നമ്മൾ പിന്നീട്ടേക്ക് മാറ്റി വെച്ചു. അങ്ങനെ 2024 ആ ഒരു വർഷം നമ്മൾ അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഷിപ്പ് ആ പോർട്ടിൽ കിടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഒരു ബസ് വരും. ആ ബസ്സിൽ നമ്മളെല്ലാവരും കൂടി യാത്ര ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ വഴിയേ പറയാം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമുകളൊന്നാണ്, നമ്മളെ മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയില്ല, അതേപോലെ ഒരു സംഭവമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്, പെൻഗ്വിനുകളുടെ നാട് കാണാൻ, എൻ്റെ 6ാമത്തെ ഭൂഖണ്ഡവും കാണാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ഞാൻ അന്റാർട്ടിക്കയില. അയ്യോ, എന്തായാലും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഷിപ്പിൽ കയറും. അപ്പോൾ ഷിപ്പിൻ്റെ കാഴ്ചകളും നമ്മൾ ഇന്നത്തെ യാത്രകളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഒരു ജിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞൊരു US-ലുള്ള ചേട്ടനുണ്ട്. ചേട്ടൻ ആക്ച്വലി ഈ ട്രിപ്പിലുണ്ട്. അപ്പോൾ പുള്ളിയായിട്ടാണ് ഞാൻ ആദ്യത്തെ പ്ലാനിങ്ങുകളും സംഭവങ്ങളൊക്കെ നടത്തിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഷിപ്പ് ബുക്ക് ചെയ്യാമെന്നാണ് തീരുമാനത്തിൽ വന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ജിഷ്ണു ചേട്ടനാണ്. അത്രയും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഈ യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന ഒരാളാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ് നമ്മുടെ മാംഗോ മഡസ്, കോട്ടയത്ത് കടുത്തുരുത്തിലുള്ള. അപ്പോൾ അവിടുത്തെ നമ്മുടെ സ്വന്തം കുര്യൻ സാർ നമ്മുടെ ഈ യാത്ര പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ നന്ദി പറയണം ഈ അവസരത്തിൽ. അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ, കുറേ ഇൻഫർമേഷൻ പറഞ്ഞു തന്ന ആൾക്കാർ, നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സഹായിച്ച ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇമെയിൽ അയച്ച് പല കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി സഹായിച്ച ആൾക്കാർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സംഭവം അയ്യോ അന്റാർട്ടിക്ക. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഉഷുവായ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അർജന്റീനയിലെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ്. ഈ സിറ്റിയാണ് ലോകത്തിലെ തെക്കേ അറ്റത്തുള്ള ഏറ്റവും അവസാനത്തെ സിറ്റി എന്ന് അറിയപ്പെടുന്ന സ്ഥലമുണ്ടാ. വേൾഡ്സ് എൻഡ് എന്നാണ് പറയുന്നത്, എൻഡ് ഓഫ് ദ വേൾഡ് അങ്ങനെയും പറയട്ടെ ഈ ഒരു സ്ഥലത്തിന്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ബീഗൽ കനാലിൽ കൂടിയാണ്. അതായത് ഒരു സൈഡ് ചില്ലിയും ഒരു സൈഡ് അർജന്റീന, അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി പോയിട്ട് നമ്മൾ 2 ദിവസം കഴിയട്ടെ. ഡ്രേക്ക് പാസേജൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഹെവി സീനാണ്. ഡ്രേക്ക് പാസേജിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ്. എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ബസ്സിന് പോകും. ഒരു മണ്ടത്തരം പറ്റിയേ, നമ്മുടെ നമ്പർ 2, അതായത് 2 എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ നമ്പറാണ്. അപ്പോൾ 1-നെയും 2-നെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോയി. 1-ാം നമ്പറുകാരെയും 2-ാം നമ്പറേയും ഒന്നിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ ഇവിടെ 3, 4 മാത്രമല്ല. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് കഥയും പറഞ്ഞു നിന്നപ്പോൾ വണ്ടി പോയാനേ. ഇപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ബസ്. അതായത് പോർട്ടിലോട്ട് പോകാനാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടാ ഇനി നേരെ പോർട്ടിലോട്ട് പോവാണ്. എൻ്റെ മോനെ ഉഷുവായ നഗരം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. 10 ദിവസം കഴിഞ്ഞാൽ ഇതാണ് ഉഷുവായ പോർട്ടിലോട്ട് നമ്മുടെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാം. ഇതേ ഷിപ്പ് എടുക്കുന്ന പോർട്ടിലോട്ട് എത്തിയിട്ടാ. എൻ്റെ പൊന്നോ, ഇവിടെ കുറേ ഷിപ്പുകൾ കിടപ്പുണ്ട് കേട്ടോ. ഇതേ ഈ ഷിപ്പൊക്കെ കണ്ട, ഇതൊക്കെ ശരിക്കും എക്സ്പെഡീഷന് പോകുന്ന ഷിപ്പാണെന്ന് തോന്നുന്നത്. വേറെ കമ്പനിയാണെന്നാണ് തോന്നണം. ഇതേ നമ്മുടെ ഷിപ്പ് ഇല്ല കിടക്കുന്നത്. ഇതേ അവിടെ കിടപ്പുണ്ട്. എൻ്റെ പൊന്നോ, ഇപ്പുറത്തെ അറോറ എന്നൊക്കെ പറയുന്ന വലിയ ക്രൂസ് ഷിപ്പ് കേട്ടോ. ഭയങ്കര സൈസാണ്. അത് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചാൽ ഭയങ്കര സൈസാണ്. ഇതേ കിടക്കണം മോനെ നമ്മുടെ ഷിപ്പ്. ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പ്. ഇത് കണ്ട, ഇനി അടുത്ത 10 ദിവസം നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിനകത്താണ് നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് പോകുന്നത്. അടിപൊളി സീന്. എൻ്റെ പൊന്ന, നല്ല കളറല്ലേ, നല്ല രസമുള്ള കളറല്ലേ. കണ്ടാ, ഓഷ്യൻ ആൽബട്രോസ് കണ്ടാ, ഇതേ കണ്ടാ. അങ്ങനെ അവസാന യാത്രക്കാരനായിട്ട്, ഹായ്, ഹലോ,
നൈസ് ടു മീറ്റ് യു. യെസ്, ഇതാണ് മോനെ നമ്മുടെ ഷിപ്പ്. ഇത് കണ്ട അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പ്. ഒരു രക്ഷയില്ല കേട്ടാ. ഇത് കണ്ട അടിപൊളി കളറല്ലേ, നല്ല രസമല്ലേ. ഓഷ്യൻ ആൽബട്രോസ് എഴുതിയേക്കണ്ട, അതാണ് നമ്മുടെ കമ്പനി. ഓഷ്യൻ ആൽബട്രോസ് ഡെൻമാർക്ക് കമ്പനിയാണ്. അപ്പോൾ ഈ ഷിപ്പിന്റെ പേരാണ് ആൽബട്രോസ് എക്സ്പെഡിഷൻ. കണ്ട, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പെഡിഷൻ ഷിപ്പാണ്. അതായത് സാധാരണ ക്രൂസ് ഷിപ്പ് പോലെയല്ല, ഈ ഐസൊക്കെ ബ്രേക്ക് ചെയ്ത് കളയാൻ പറ്റുന്ന ടൈപ്പ് ഷിപ്പില്ലേ, അതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 200 താഴെ മാത്രമേ ആൾക്കാരുള്ളൂ. എൻ്റെ അറിവ് വെച്ചിട്ട് 170 പേരോ അങ്ങോട്ട് സംതിങ് ഉള്ളൂ കേട്ടോ. അത്രയും പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഷിപ്പാണ്. നമ്മൾ ഷിപ്പിലോട്ട് കയറാണ്ട. യെസ് യെസ്, താങ്ക് യു. ഹായ്, ഹലോ. യെസ്, അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാണ്. ഹായ്, താങ്ക് യു. ഇതേ ബാറാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ഈ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇതൊക്കെ ക്രൂ മെമ്പേഴ്സാണ്. ഫുഡൊക്കെ അവിടെ തന്നെ കിട്ടുമായിരിക്കും അല്ലേ. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാധനമൊക്കെ കിട്ടി. ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്ത ശേഷമാണ് നമുക്ക് റൂമിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോഴേ ഒരു ഭീമാകാരമായ ഷിപ്പ്, സെലിബ്രിറ്റി എന്നാണ് അതിൻ്റെ പേര്, അത് ഇവിടെ കിടപ്പുണ്ട് എൻ്റെ മുന്നും. ഇവിടെ നോക്കുമ്പോൾ ഉഷ്വായ നഗരമൊക്കെ കാണാം. ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളെ ഇത് തിരിച്ച് വന്ന ശേഷം നമ്മൾ ഒരു ബോട്ട് ട്രിപ്പ് ബീഗൽ കനാലിൽ കൂടി മാത്രം നടത്താനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി നിൽക്കണ എല്ലാം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതിനുശേഷം റൂമൊക്കെ കാണാം. പിന്നെ ഷിപ്പ് മൊത്തം അരിച്ചു പറക്കി കാണാം. ഇവിടെ ഉണ്ടല്ലോ ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. പാസ്പോർട്ട് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂം കാർഡും അതുപോലെ ഈ ഷിപ്പിൻ്റെ ID കാർഡും, ഈ ഷിപ്പിലെ ആളാണെന്നുള്ളതിൻ്റെ ID കാർഡും തരും. അതുപോലെ റൂം കീയും തരും. ഹലോ. പിന്നെ അവിടെ ഡോക്ടറുണ്ട്. ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എല്ലാം ഓക്കെയാണ്. പിന്നെ ഏതൊക്കെ കുറച്ച് രാജ്യങ്ങളുണ്ട്, അതായത് ഗുനിയ ഇല്ലേ, ഗുനിയ എന്നൊക്കെ പറയുന്ന രാജ്യം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എബോളയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചോദിച്ചത്. ആ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമിനകത്ത് അത് ശരിക്കും നമുക്ക് ടിക്കറ്റ് അയക്കുമ്പോൾ തന്നെ ഇവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ വന്ന് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരണം. അത് ഫില്ല് ചെയ്ത് ഡോക്ടറെ കാണിക്കണം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, പിന്നെ ഈ വെസ്റ്റേൺ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഗുണിയ, പിന്നെ അങ്ങനെ 1-2 രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അവിടെ എബോളയുടെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ അത് കൊടുത്തു, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ഡോക്ടർ. ഈ ഷിപ്പിൽ ഡോക്ടറും സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും ഉണ്ട്. കാരണം വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. 10 ദിവസം ഇതിനകത്ത് തന്നെയല്ലേ, കടലല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ റൂം ഇവിടെയാണ്. ഹലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു കണ്ടോ. എൻ്റെ നമ്പർ 301, ക്യാബിൻ നമ്പർ 301. പല ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ ഏറ്റവും താഴത്തെ ക്ലാസ്സാണിത്. അതാണ് നമുക്ക് ഇത്രയും $1 കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ വലിയ ക്ലാസ്സൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതിങ്ങനെയൊന്നുമല്ല, ബാൽക്കണിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ബാൽക്കണി ഉള്ളതൊക്കെ കിട്ടില്ലെന്നായിരിക്കും, പക്ഷേ റേറ്റ് കൊള്ളാം. അപ്പോൾ ഇനി പയ്യെ തുറക്കാം. ഇതിങ്ങനെ തുറക്കണം. അത് തന്നെ. അയ്യോ, ബാഗ് വരട്ടെ. ബാഗ്. ഹലോ. Hi. Hi, nice to meet you. I'm Keiju, Japan. Yes, Japan. Yeah, I'm Japanese. from India. I'm Shirin. Yeah. In Shirin. Shirin. Yes. Nice to meet you. One second, your name? Keiju. Keiju. Yeah, Oh, nice. Shirin. Shirin. Yes. Okay. Thank you. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഈ റൂം ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി 3 പേരുടെ ഷെയർ എന്നാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് 2 പേരേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അടിപൊളി. ഇതാണ് നമ്മുടെ റൂം തന്നെ കേട്ടോ. ഇതാണ് ഏറ്റവും ചെറിയ റൂം. മീൻസ് ചെറുതെന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൽ തന്നെ ഏറ്റവും ചെറിയ ക്ലാസ്സാണിത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബുക്ക് ചെയ്യണം. എല്ലാ സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യാനും പിന്നെ കണ്ണാടിയൊക്കെ ഉണ്ട്. ടോയ്ലറ്റൊക്കെ ഇവിടെ തന്നെയാണ്. ഇത് കണ്ണാടിയായിരുന്നു. അയ്യോ, ടോയ്ലറ്റൊക്കെ നോക്കട്ടെ. ഷിപ്പിലെ ടോയ്ലറ്റ് കണ്ടാ. അതെ, ഷിപ്പിലെ ടോയ്ലറ്റ്, കുളിക്കാനുള്ള സൗകര്യം ഇവിടെ, എല്ലാ സെറ്റപ്പും ഉണ്ട് കണ്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റഡ് ആയിരിക്കും. കാരണം പുറത്ത് നല്ല -° വന്നാലും ഇവിടെ ഷിപ്പിൻ്റെ ഉള്ളിലൊക്കെ നല്ല ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. TV ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്കുള്ള വ്യൂ ആണ് ആ കാണുന്നത് കണ്ട. കടലിൽ പോകുമ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും കൊള്ളാട്ടാ. യെസ്, നൈസ്. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ നമ്മുടെ ബാഗ് റൂമിലൊക്കെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഷിപ്പ് മൊത്തം ഒന്ന് കാണണം. ഈ വെട്ടപ്പോൾ പോവും. വെട്ടിപ്പോൾ പോവില്ലട്ടാ. രാത്രി 11 വെട്ടുണ്ട്. പക്ഷേ സൂര്യൻ 8 മണിക്ക് അസ്തമിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 4:30 കഴിഞ്ഞിട്ടാണ് ഷിപ്പ് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. രാത്രി മൊത്തം ട്രാവലായിരിക്കും. ഡ്രേക്ക് പാസേജ് എൻ്റെ മോനെ, അത് നാളെ രാവിലെ കാണിച്ചു തരാം. അടുത്ത എപ്പിസോഡ് നോക്കിയാൽ മതി. ഡ്രേക്ക് പാസേജ് എന്ന് പറഞ്ഞാൽ ഭീകര സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത ഇതാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും കൂടി ചേർന്ന ഭാഗവും ഭയങ്കര തിരമാല, ഷിപ്പൊക്കെ ആടി ഒലഞ്ഞായിരിക്കും പോവുക. ശരിക്കും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നേ, നമ്മുടെ
റൂം ഷെയർ ചെയ്യുന്ന ആള് നല്ല വൈബുള്ള ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ മൊത്തം തീരാണ്. അപ്പോൾ എന്തോ ഭയത്തിന് നമ്മളെപ്പോലെ കുറച്ച് പ്രാന്തമുള്ള ആൾ തന്നെയാണ് തോന്നുന്നു. കറക്റ്റ് വൈബ്, പുള്ളി അടിപൊളി മെമ്പർ. പുള്ളി സോളോ ആയിട്ട് തന്നെ വന്നേക്കണം, ജപ്പാൻകാരനാണ്. പുള്ളി കുറച്ചാളായിട്ട് ന്യൂസിലാൻഡിലാണ് ഉണ്ടായിരുന്നത്. 20 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. കൊള്ളാം, നല്ല കിടില മെമ്പറാണ്, അടിപൊളിയാ പുള്ളി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് റൂം ഷെയർ ചെയ്യണം. അത് ഇവിടെ കണ്ടതേ ഇതാണ് കേട്ടോ ബാൽക്കണി റൂം. അടിപൊളി, രണ്ടുപേരുടെ ഷെയറിങ് റൂമാണ്. അപ്പോൾ അവർക്ക് ഇത് തുറന്നാൽ നേരെ ബാൽക്കണിയിലോട്ട് വരാം. ഇതിനൊക്കെ ഏകദേശം $20,000 എങ്ങാണ്ടാ, ഭയങ്കര റേറ്റാ, ഒരു രക്ഷയില്ല. $20,000 എന്ന് പറഞ്ഞാൽ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നു 20 ലക്ഷം രൂപ വരുമോ, 15 ലക്ഷം 20 ലക്ഷം രൂപ എങ്ങോട്ടൊക്കെയാണ് ഇതിന് വരുന്ന റേറ്റ് ഒക്കെ. അങ്ങനത്തെ ക്യാബിൻസ് ആണ് ഈ കാണുന്നത് മൊത്തം. ഇതൊക്കെ ഫുള്ളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്രയും റേറ്റ് കൊടുത്താൽ ആരാ പോണേന്ന്, ഇത് ഫുള്ളാ. ഇവിടെ വരെ ഉള്ളല്ലേ, കഴിഞ്ഞ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, എല്ലാം ഫുള്ളാ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ഷിപ്പിൻ്റെ 5ാം നിലയിലാണ് ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഈ ഷിപ്പിൻ്റെ കാറ്റഗറിയൊക്കെയാണ് എഴുതി വെച്ചത്. കണ്ട, 1ാമത്തെ നിലയിൽ ഒബ്സർവേഷൻ ഡെക്ക, താഴത്തെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. ഇതേ കുറേ നിലയുണ്ട്. നമ്മളൊരു 5-6 നില കെട്ടിടത്തിന് മുകളിൽ കയറുന്ന പോലത്തെ അവസ്ഥയാണ്. കാണുമ്പോൾ ചെറിയ ഷിപ്പാണെങ്കിലും നല്ല 6 നിലയും കണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്, ലിഫ്റ്റ്. ഇത് ഞാൻ കണ്ടില്ല, വെറുതെ സ്റ്റെപ്പ് കയറി. ഇതിപ്പോൾ എങ്ങോട്ടാ വന്നേക്കണം? ഇത് പുറത്തോട്ട് പോകാനുള്ള വഴിയാണല്ലേ. താങ്ക് യു. എൻ്റെ പോലെ ഇത് നോക്കിയേ, ഇവിടെ നിന്ന് ചായ കുടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മ, അടിപൊളി. ഇതുണ്ടേ, ഇതാണ് എൻജിൻ. പുകയൊക്കെ പോകണ്ട, അടുക്കള ഇവിടെ കണ്ട. ഇതാണ് ലൈഫ് ബോട്ട്. ഇൻ കേസ് എന്തെങ്കിലും സീൻ ഉണ്ടായാൽ ഈ ബോട്ടിൽ കയറിയായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴേ തണുത്ത കാറ്റടിക്കണം. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ നല്ല പാടാണ്ട. ജാക്കറ്റൊന്നും ഇടാണ്ടേ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പുറത്തോട്ട്. അകത്താണെങ്കിൽ നല്ല ടെമ്പറേച്ചറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ കുറേ ഷിപ്പുകൾ കിടപ്പുണ്ട്. ഇത് അറോറ എക്സ്പെഡിഷൻ. ഇതൊക്കെ അന്റാർട്ടിക്കൊക്കെ പോകുന്ന ഷിപ്പുകളാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ കുറേ ഏരിയ ഉണ്ട്. ഈ ഷിപ്പ് മൊത്തം കണ്ടുകഴിഞ്ഞാൽ 2 ദിവസം എടുക്കുമെന്നാണ് തോന്നണം. എൻ്റെ പൊന്നു, ഇതേ ഡീസലോ പെട്രോളോ അങ്ങനെ എന്തോ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഈ ഷിപ്പിനുള്ള ഇന്ധനമല്ലായിരിക്കും ഈ വലിയൊരു ലോറി പോകണണ്ട. കുറേ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈ ഷിപ്പുകളിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരായിരിക്കും. എൻ്റെ മോനെ തൊപ്പിയൊക്കെ പറന്നു പോണ്. അയ്യോ പോയി, പോണ്. ഭീകര കാറ്റാ, തണുത്ത കാറ്റടിക്കണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഈ ഉഷുവായ എന്ന് പറയുന്ന സിറ്റി ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിൽ, കുന്നല്ല വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന സിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കാണാൻ കണ്ട, ആ മലയുടെ മുകളിലോട്ട് ഇങ്ങനെ സിറ്റി ഇങ്ങനെ കിടക്കാണ്. ഇവിടേക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഈ കാണുന്നത്. കണ്ട, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ കടലിലെ കാഴ്ച കണ്ട് എൻ്റെ പൊന്നു, ഞാൻ അല്ലെങ്കിൽ പുറത്തങ്ങനെ ഇരിക്കുന്നതാണ്. തണുത്തും മരവിക്കാൻ സാധ്യതയുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വന്നിരിക്കായിരിക്കും. ഇവിടെ നേരത്തെ കണ്ട ഷിപ്പ് കിടക്കണ്ട, സെലിബ്രിറ്റി എന്ന് പറയുന്ന ഷിപ്പ്. ഇതൊക്കെ ഭയങ്കര വലിയ ക്രൂസ് ഷിപ്പ് കണ്ടോ. കണ്ടോ, അതിൽ കൂടി ആൾക്കാരിങ്ങനെ നടക്കുമ്പോൾ കാണാൻ എൻ്റെ സൈസ് എന്നവരുണ്ടെന്ന് നോക്കി. ഇപ്പൊ ഇവിടെ കിടക്കണതിൽ ഏറ്റവും വലിയ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് പയ്യെ ഷിപ്പൊക്കെ ഒന്ന് അരിച്ചു പറക്കി കാണാം. കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, ഇങ്ങോട്ട് പോകാൻ പാടില്ല. എൻ്റെ പൊന്നു, ഇതൊക്കെ എന്താണോ, ഇത് എഞ്ചിൻ ഏരിയ. ഇതാണ് എഞ്ചിൻ്റെ സംഭവങ്ങളുള്ള ചെറിയ ഷിപ്പുകളൊക്കെ ഉണ്ട്. രക്ഷപ്പെടാനുള്ള ഷിപ്പൊക്കെ ഇതൊക്കെ. ഇതിനകത്ത് കുറേ കരിങ്കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് കിട്ടിയ കരിങ്കല്ല് വല്ലതും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്താ സ്വിമ്മിംഗ് പൂളാണ്? ഇത് സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നുണ്ടോ, പക്ഷെ വെള്ളമില്ല, വല ഇട്ട് വെച്ചേക്കുന്ന. ഈ കാണുന്നതൊക്കെ ബാറാ. ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആവുമായിരിക്കും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഉഷുവായ നഗരം, ചെറിയ ബോട്ട് ട്രിപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുന്ന ബീഗൽ കനാലിൽ കൂടിയാണ്. അങ്ങോട്ടേക്ക് കുറേ ഐലൻഡൊക്കെ ഉണ്ട്, പെങ്കിൻ ഐലൻഡ്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ചു വന്നിട്ട് ജസ്റ്റ് ഒരു ബോട്ട് ട്രിപ്പൊക്കെ എടുക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല. ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളാ. ഇത് നോക്കി, എൻ്റെ പൊന്നോ, അടിപൊളി സ്വിമ്മിംഗ് പൂള്. ഇതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ തണുപ്പത്തൊക്കെ ഇതിനകത്ത് ആരും ഒന്ന് കിടക്കാനാ, ഈ സായിപ്പോരെ കിടക്കുമായിരിക്കും. അവർക്ക് പിന്നെ ഇതൊക്കെ എന്ത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഈ ഷിപ്പ് ഓടിക്കുന്ന സ്ഥലം. ക്യാപ്റ്റനൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്, പക്ഷെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതാണ് സ്ഥലം കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് മൊത്തം. എൻ്റെ മോനെ, മുമ്പിൽ വേറൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. അത് ഇതേപോലത്തെ എക്സ്പെഡിഷനാണെന്ന് തോന്നണം. ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ പോകുന്നു. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റൽ പോലീസോ അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഇട്ടാ നമുക്ക് പോകാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിലോട്ടും കൂടി കയറാം, പക്ഷെ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇവിടം വരെ നമുക്ക് നിൽക്കാം. ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. വലിയൊരു ബലൂണൊക്കെ ഉണ്ട്. ഇത് ഈ കാലാവസ്ഥ അറിയണ സംഭവം കണ്ട. ഇവിടെ കുറേ കരിങ്കൽ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ സംഭവം, ഡിസൈനാണെന്ന് തോന്നണം. നമ്മൾ പോകുന്നതിൻ്റെ ഒരു മാപ്പിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു മാപ്പ്. ഇത് കണ്ട, ഇതാണ് ഉഷുവായ. അവിടെ നിന്ന് നമ്മൾ ബീഗൽ കനാലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഇതാണ് ഡ്രേക്ക് പാസേജ്. അതായത് ഇത് പസഫിക് ഓഷൻ, അത് അറ്റ്ലാന്റിക് ഓഷൻ. ഈ 2 ഓഷൻ കൂടി ചേരുന്ന ഭാഗമാണ്. അങ്ങനത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള തിരമാലയും മോശം കാലാവസ്ഥ ആയിരിക്കും എപ്പോഴും.
അപ്പോൾ ഷിപ്പൊക്കെ ആടി ഒലങ്ങി ആകെ സീനാവും. പ്രത്യേകിച്ചും കൂടുതൽ ആൾക്കാർക്കും സിക്നസ് വരാൻ സാധ്യത കൂടുതലാണ്. മിക്കവരും ഈ അതിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, അതെടുക്കാൻ പറയും. നമുക്ക് കുഴപ്പമില്ലായിരിക്കും, നോക്കാം. ഇങ്ങനെ ആടിയല്ലേ, നമുക്ക് പറ്റില്ല, ചില സമയത്ത് ചിലർക്ക് പറ്റില്ല അത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് അത്. 2 രാത്രിയാണ് നമ്മൾ ഇത് ക്രോസ് ചെയ്യാൻ എടുക്കാൻ സമയം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്ന് അന്റാർട്ടിക്കയിലോട്ട് എത്തുന്നു. ഈ ഭാഗത്ത് ഇതുണ്ട, ഈ ഭാഗത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐലൻഡുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകും. അതാണ് നമ്മുടെ പരിപാടി. ഈ സംഭവം കണ്ട, ഇതാണ് അന്റാർട്ടിക് സർക്കിൾ. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, ഈ സർക്കിൾ നമ്മൾ ക്രോസ് ചെയ്യും. എൻ്റെ പോനെ, അതായത് ഈ ഭാഗത്താണ് ഭൂമിയുടെ 66 ഡിഗ്രി ചെരിവ്. ഭൂമിയുടെ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്കയുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്തോട്ട് പോകേണ്ടി വരും. അത് വലിയ എക്സ്പ്രഷനാണ്, അതൊക്കെ പാടാം, ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ സൗത്ത് ജോർജിയ, ഫോക്ലൻഡ് ഐലൻഡ്, അങ്ങനെ കുറേ ഐലൻഡൊക്കെ ഉണ്ട്. അങ്ങനത്തെ എക്സ്പെഡിഷൻ ഉണ്ട്, അതൊക്കെ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഈ എക്സ്പെൻസാണ് അല്ലേ. ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ജിഷ്ണു ചേട്ടൻ. ചേട്ടൻ USA ആക്ച്വലി ഞാനും കഴിഞ്ഞ ട്രിപ്പിൽ വന്നു. ഈ ട്രിപ്പിലായിരുന്നു ചേട്ടൻ ബുക്ക് ചെയ്ത് വെച്ചാൽ, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമ്മളും ഈ ട്രിപ്പിലോട്ട് വന്നു അല്ലേ. അപ്പോൾ ചേട്ടനാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ തന്ന് ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഈ ഷിപ്പ് ബുക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം ചേട്ടനാണ്. നാട്ടിലെവിടെ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ. കഴിഞ്ഞ വർഷം ഇതായി പോയപ്പോൾ ഇതിലേക്ക് മാറിയത്. അതെ, ഇങ്ങനെ ആക്കി. പിന്നെ വേറൊരു ചേട്ടനും കൂടി ഇല്ലേ, ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്, ബിജു എന്ന് പറഞ്ഞ തിരുവനന്തപുരം. അപ്പൊ ആ ചേട്ടനെ പരിചയപ്പെടാം. നമുക്ക് നേരത്തെ കണ്ടായിരുന്നു, നമുക്ക് ഒന്നുകൂടി കാണാം. ഇനി ഷിപ്പ് 10 ദിവസം തന്നെയല്ലേ നമ്മളല്ലേ. ഓക്കെ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ മറ്റേ ട്രിപ്പ് പോകണമെങ്കിൽ ഓൾമോസ്റ്റ് $60,000 മുതൽ $100,000. $60,000 വരും ആ ഫോക്ലാൻഡ് ഒക്കെ പോകാൻ? അല്ല, ഫോക്ലാൻഡ് പോകുന്നതിന് അറൗണ്ട് ഏറ്റവും ലോവർ റേഞ്ച് അറൗണ്ട് 20,000. അതിന്റെ ഈ ഷിപ്പിൽ തന്നെ $40,000 ഉണ്ട്. ബാൽക്കണി ബാൽക്കണിയാണ്. അത് 40,000 ആണോ? 20,000 അല്ലേ? 40,000 വരെയുള്ള റൂം വരെ ഉണ്ടെന്ന് എന്റെ പോലെ. അപ്പൊ നമ്മള് കണ്ടത് എത്ര എനിക്ക് അറിയത്തില്ല. $40,000 എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യൻ മണി വരും? 10-40 ലക്ഷം രൂപ. അയ്യോ എന്റെ പൊന്നു. മറ്റേ അതല്ല, ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ പുതിയ ഫ്ലൈറ്റ് അവിടെ സൗത്ത് പോളിൽ പോകുന്നത് ഓൾമോസ്റ്റ് 60,000. സൗത്ത് പോളിൽ ഫ്ലൈറ്റിന് പോവോ? അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പോകണം, അത് 1 കോടി രൂപ അല്ലേ? അറൗണ്ട് അത്ര $100,000. പിന്നെ അവിടുന്ന് സൗത്ത് പോളിലേക്ക് വേറെ ഫ്ലൈറ്റ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ആക്ച്വലി അഡീഷണൽ കാശുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നടക്കും. അത്രേ ഉള്ളൂ, ബേസിക്കലി അത്രേ ഉള്ളൂ. ഇവിടെ സാനിറ്റൈസറാണ് ഇരിക്കുന്നത് കണ്ട, കൈ കാണിച്ചാൽ സാനിറ്റൈസ് ചെയ്യാൻ പറ്റും. ഈ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ബാറാണിത്. എന്താ ബാറ് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓപ്പണായി വരുള്ളൂ കേട്ടോ. നമ്മൾ ഷിപ്പ് എടുക്കുമ്പോൾ ആയിരിക്കും വരിക. ആക്ച്വലി ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമല്ലേ, ഭയങ്കര വ്യൂ ആയിരിക്കും. ഇനി ഏതൊക്കെ സ്ഥലത്ത് പോവോ, ഇത് എങ്ങോട്ടൊക്കെ എൻട്രി എന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ കിട്ടിയ വഴിക്കൊക്കെ നടക്കാണ്. ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് അല്ല, അത് ജസ്റ്റ് റെസ്റ്റോറൻറ്റാ. ഇത് റെസ്റ്റോറൻറ്റാ. ഇത് കൈ കഴുകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം ചിലപ്പോൾ കിട്ടണമെന്നൊക്കെ ഇവിടെ ആയിരിക്കും. ഫുഡൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. കപ്പലിൽ കയറിയിട്ട് പൂട്ടും കിട്ടണമെങ്കിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ ഓടിക്കും. എന്നാലും ബിരിയാണിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് താഴത്തോട്ട് തന്നെ ഇറങ്ങാം. ഇനി അടുത്ത ഫ്ലോർ നോക്കാം. ഇവിടേക്ക് ഒരു പടം ഇരിക്കാണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? അയ്യോ അടിപൊളി, നിറച്ച് പെങ്കിനുകൾ. ഇത് ഡെക്ക് 7 ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഷിപ്പ്. ഇത് ഡെക്ക് 7. ഇവിടെ റൂമുകളാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാം അല്ലേ. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. ഇവിടെ 700 വെച്ചിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തുള്ള, അത്രേ ഉള്ളൂ. ഇവിടെ ജക്കൂസി ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 10 തൊട്ട് രാത്രി 10 വരെ. എമർജൻസി വന്നു കഴിഞ്ഞാൽ ഓടേണ്ട വഴികളൊക്കെ കാണിക്കുന്നുണ്ട്. ഏതിൽ ഓടും, എങ്ങോട്ട് വേണമെങ്കിൽ ഓടാം. എങ്ങോട്ട് ഓടിയാലും കടലിനടുക്ക് ഓടിയിട്ട് എങ്ങോട്ട് ഓടാൻ അല്ലേ. ലൈഫ് ജാക്കറ്റും മറ്റേ ഇതിരിക്കുന്ന സ്ഥലത്തോട്ട് ഓടാം, ബോട്ട് ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഓടാം. അതിൻ്റെ റൂട്ടായിരിക്കും. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത് ലിഫ്റ്റിലൊന്ന് കയറി നോക്കട്ടെ, താഴത്തോട്ട് പോവാം. കപ്പലിലെ ലിഫ്റ്റ് അടിപൊളി. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വേണ്ട, ഇവിടെ ജിമ്മും സ്പായൊക്കെ ഉണ്ട്. ഇത് കാണാൻ കുറേ ഉണ്ടല്ലോ. 7 നിൽക്കിയിട്ട് 8 പോയി ഫസ്റ്റ്. ഞാൻ ഇറങ്ങി നടക്കാൻ പോവാം. ഇതിലേക്കാരും പോവാം, സ്റ്റെപ്പ് ഇറക്കാം. ഇത് ഡെക്ക് 6 എന്ന് പറയുമ്പോൾ ഇവിടെ റൂമുകളാണ്. ഇത് ഫുള്ള് റൂമുകളാണ്. ഇത് ബാൽക്കണി റൂമാണെന്ന് തോന്നുന്നത്. അത് തന്നെ, ഇതിലേ പോകാൻ പറ്റും. എൻ്റെ പൊന്നെ കാറ്റ്. നൈസ്. നമ്മൾ വീണ്ടും പുറത്തെത്തി. നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി. ഇത് ഏതാണ് സ്ഥലം? ഞാൻ എങ്ങോട്ടാ എത്തിയത്? ഇത് റൂം. ഇവിടെ ഈ 600-ാം നമ്പർ റൂമാണ് 6ാമത്തെ ഡെക്ക്. അങ്ങനെയാണ് എൻ്റെ കണക്ക് കേട്ടോ.
ഇതെല്ലാം റൂമുകളാണ്. എൻ്റെ പുഷ് പുഷ് നല്ലോണം പുഷ് ചെയ്താലേ തുറയുള്ളൂ. ആഹാ, ഇതിവിടെ ഒരു കൊടിയുണ്ടല്ലോ, ഇത് ആരുടെ കൊടിയാണത്? സ്പെയിനിൻ്റെ ആണോ? അല്ല, ഇത് എന്താണ്, ഏത് കൊടിയാണ് ഇത്? എന്ത് ഫ്ലാഗാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഏത് രാജ്യത്തിൻ്റെ അല്ലാന്ന് തോന്നണം. വേറെ എന്തുണ്ടോ? ആ ഷിപ്പും പോകാൻ വേണ്ടി കിടക്കാതെ അതിനകത്തേക്ക് ആൾക്കാർ കയറുന്നു. അറോറ എക്സ്പെഡിഷൻ, അത് വേറെയാണ്. എൻ്റെ മോനെ, ഇനി എങ്ങോട്ട് പോകും? ഇനി അടുത്ത സ്ഥലത്തോട്ടോ, അടുത്ത ഡെക്ക്. ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ബോട്ടൊക്കെ ഉണ്ടാ? ഓ, ഈ സംഭവം ഇത് മറ്റേ സോഡിയാക്ക്. ഇതിനകത്താണ് നമ്മൾ അന്റാർട്ടിക്കയിൽ താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ വണ്ടിയിൽ പോകും. അതായത് കടലിൽ ഇറങ്ങിയിട്ട് പോകും. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അന്റാർട്ടിക്കയുടെ ആ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ടൈപ്പുള്ള സാധനമൊക്കെയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കയാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാ പരിപാടിയും ചെയ്യാം. ഇത് കത്തുന്ന എന്തോ സാധനമുള്ള ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും എടുക്കണേ? ഇപ്പോൾ സമയം 4 മണിയായി. എപ്പോഴും എടുക്കണമെന്ന് അറിയില്ല. 4:30 അങ്ങോട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നണം. എല്ലാവരും എന്തായാലും ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോയിരിക്കും. ഇതിൻ്റെ സൈഡിൽ കൂടി പോവാം. അത് നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അതായത് മറ്റേ ബാൽക്കണിയുള്ള റൂമില്ലേ, അതാണ് ഈ കാണുന്നത്. കണ്ടാ, നൈസ്. അയ്യോ, ഇതിനൊക്കെ എത്ര രൂപയാണാവോ? ഇവിടെ ഒരു ബോർഡുണ്ട്. ഇത് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിടുന്ന ബോർഡാണ്. കണ്ട, ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോഡിയാക്ക് നമ്പർ, അതായത് സോഡിയാക്ക് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ബോട്ട്, അതിനെ വിളിക്കുന്നതാണ് സോഡിയാക്ക്. പിന്നെ കയാക്കിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിലൊക്കെ ചാടാം. നമുക്കിനി താഴത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതിപ്പോൾ എത്രാമത്തെ ഡെക്കാണെന്നറിയാവോ? ഇത് നമ്മൾ 4-ലെത്തി. ഇതാണ് എൻ്റെ ഡെക്ക്. എൻ്റെ ഡെക്ക് 3ആണ്. 3-ലാണ് നമ്മളുടെ റൂമുള്ളത്. 3-ൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ ഇത് 2ാമത്തെ ഡെക്കാണ്. ഇവിടെ ലിഫ്റ്റ് ഇല്ല. ഇവിടെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 200 നമ്പറൊക്കെ. യെസ്, ഹലോ. അത് സ്റ്റാഫിന്, ഇതൊക്കെ സ്റ്റാഫിനുള്ളതാണ്. എനിക്ക് കണ്ട. ഓ, 3 വരെയാണ് നമ്മുടെ. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് കണ്ട, മെഡിക്കൽ ഫെസിലിറ്റി. അതായത് ഈ ഷിപ്പിലെ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. കണ്ട, ടൈമിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ക്യാബിൻ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം. കണ്ട, ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അതേ ഡെക്കിലാണ്. എന്തെങ്കിലും വന്ന് അങ്ങോട്ട് ഓടിയാൽ മതി. For the safety briefing. So please join us on deck 5 in the lounge in 10 minutes time, 4:30 for the safety briefing. Thank you very much. ആയിക്കോട്ടെ. Good afternoon, everybody. Good afternoon. Welcome on board. Thank you. I hope you had a good travels to Ushuaia, to the ship. My name is Ab. It's the most simple name on the planet. An A and a B. Very short. I will be your expedition leader on this trip. So if you have any problems, please do not come to me. Yes? I'm gonna start with a little bit of an introduction of the ship and a little bit of a safety talk, what to do and what not to do on the ship. അതെ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആണ്. ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അനൗൺസ്മെൻറ്റ് ചെയ്ത് അറിയിക്കും. പിന്നെ ഡെയിലി പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് ഡിന്നറിന് ശേഷം അറിയിക്കും. ഈ ഡെയിലി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ പറയും കേട്ടോ. നാളത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, നാളെ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം. പിന്നെ പുള്ളി പറഞ്ഞതേ, ഈ പല സ്ഥലത്തും ക്യാബിൻ ക്രൂ ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും പോകരുത്. കാരണം ആളുകൾ ഷിഫ്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഓപ്പൺ ബ്രിഡ്ജ് പോളിസിയിൽ പെട്ടതാണ്. അപ്പോൾ ആ ഭാഗത്തോട്ടൊന്നും പോകരുത്. പിന്നെ പറഞ്ഞത് ഈ സൗത്ത് ജോർജിയ ഭാഗത്തൊക്കെ കുറേ ബേഡ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ ആനിമൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊന്നും തൊടാൻ പാടില്ല. ഒരു ടൈപ്പ് ഫ്ലൂ വരാനായിട്ട് സാധ്യതയുണ്ട്, അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പോയി തൊടരുതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞത്, ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇരിക്കാനോ താഴത്ത് മുട്ടുകുത്തി നിൽക്കാനോ അതേപോലെ ഒരു രീതിയിലും പാടില്ല. ജസ്റ്റ് നേരെ നിന്ന് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് മാത്രം നിങ്ങൾ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ ഇറങ്ങുമ്പോൾ നിൽക്കാനേ പാടുള്ളൂ. ഇരിക്കാനോ ഒരു പരിപാടിയും പാടില്ല. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നെ ആർക്കെങ്കിലും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. തുമ്മലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ സീ റഫ് ആണെങ്കിൽ പുറത്തോട്ടുള്ള ഡോറൊക്കെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ലിഫ്റ്റിൽ പോയി കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര ആട്ടമായിരിക്കും, നമ്മൾ തലയും കുത്തി വീഴാനൊക്കെ സാധ്യതയുണ്ട്, ഭയങ്കര അപകടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞത് ഈ സ്റ്റെപ്പിൽ പോയിട്ട് നിൽക്കരുത്. അതായത് കൂട്ടോട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൂ പല സ്ഥലത്തോട്ട്. അപ്പോൾ അത് ബ്ലോക്കാക്കി നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. സാധാരണ രീതിയിൽ നടന്നു പോവുക, അത് മാത്രമേ പാടുള്ളൂ. പിന്നെ ഷിപ്പിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ തീ കത്തുക എന്നുള്ളതാണ്, ഫയർ.
അതായത് എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ നടുക്കടൽ വെച്ച് തീ കത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും അപകടം പിടിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്മോക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട് ഷിപ്പിൻ്റെ പുറത്ത്. ഷിപ്പിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല. പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ ആഷ്ട്രയൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് മാത്രമേ സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ റൂമിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്ലഗുകളിൽ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് കണക്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് എക്സ്റ്റൻഷൻ കേബിൾ വെച്ചിട്ട് നമ്മൾ മൊബൈലും പിന്നെ ലാപ്ടോപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ഒറ്റ പോർട്ടിലിട്ട് ചാർജ് ചെയ്യരുതെന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിക്കേണ്ട നമ്പർ പുള്ളി പറഞ്ഞു തന്നു, അത് 900 നമ്മുടെ റൂമുകളിലും പിന്നെ പുറത്ത് പല സ്ഥലത്തും ഫോണുകൾ വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഫുഡ് ടൈം എന്ന് പറഞ്ഞാൽ ഡിന്നർ രാത്രി 7 മണിക്കായിരിക്കും. പിന്നെ ഏകദേശം ഒരു 8 മണി തൊട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ചും കാണും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി അടിപൊളിയായിട്ട് വിശദീകരിച്ച് തന്നു. ഈ ഷിപ്പ് ഓൾമോസ്റ്റ് നമ്മൾ അരിച്ച് പറിക്കട്ടെ, എന്നിട്ടും കാണാത്ത സ്ഥലമുണ്ട്. ഇതേ ഷോപ്പ് കണ്ട, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ, സൂവനീർ ഐറ്റംസ്, ജാക്കറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ ഇതേ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഡിന്നർ എനിക്ക് വേണമെങ്കിൽ ഇവിടെയാണെന്ന് തോന്നാം, പോയി നോക്കാം. ഇത് ഷിപ്പ് കണ്ടിട്ട് ഇനി റൂമുകളുണ്ട് കേട്ടോ, എന്തോരോട്. ഇതെന്താണ്, സൂഷി റെസ്റ്റോറൻറ്റ്. സൂഷി നല്ല രസമല്ലേ നോക്കി, 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഇരിക്കുന്നത്. അടിപൊളി പരിപാടി. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും എല്ലാ ദിവസവും ഡിന്നർ. ഇത് നോക്കി അതിൻ്റെ പൊന്ന്, സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറിയ പോലെ ഇല്ലേ. അടിപൊളി വ്യൂ കണ്ട് ഫുഡൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കാം. അത് കണ്ട, നമ്മുടെ ഷിപ്പ് എടുക്കാറായിട്ടില്ല, 6 മണിക്ക് പുറപ്പെടും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ബാറ്. എല്ലാവരും ഓരോന്ന് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് ഫ്രീ അല്ല, ഇതിന് പൈസയുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓരോ ഡോളറില്ല റേറ്റ്, അതിൻ്റെ ഡോളർ റേറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇത് ആക്ച്വലി പാക്കേജൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പാക്കേജായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നടിക്കാം. പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റിൻ്റെ റേറ്റും സംഭവങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു ബ്രീഫിംഗ് ഉണ്ട്, അതിനകത്ത് പറയാനാണ് പറഞ്ഞേക്കണം. Ladies and gentlemen, the signal that you have just heard is the general emergency signal, consisting of 7 short and 1 long blast on the ship's whistle and alarm bells. This means that there is an emergency on board the ship, and the captain has decided to muster all passengers at their respective muster station. അതെ, എമർജൻസി വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നതാണ്, മോക്ക് ഡ്രില്ല. അതെ, ഈ സാധനമൊക്കെ ആയിട്ട് വേഗം ചെല്ലാൻ പറഞ്ഞു. ഇത് നമ്മുടെ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് സേഫ്റ്റിയുടെ ഒരു സംഭവമാണ്. ഹായ്, 311. 311. 301. It's okay. Before we proceed to the next stage, I will just call the room number which we missed to check on the entrance. 304. 304 should be on this side. Remove your glasses and hats and be careful with earrings. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ കാണിച്ചു തരാണ്. Pull the strap around your waist. ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ലൈറ്റാണ്, വിസലടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ലൈഫ് ബോട്ട് ഇരിക്കുന്ന ഏരിയ നമ്മൾ കണ്ടില്ലേ, എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ട് ഇവാക്വേഷൻ ആ സമയത്ത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ സാധനമൊക്കെ ഇട്ടിട്ട് ലൈഫ് ബോട്ടിൽ കയറുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നു. ലൈഫ് ബോട്ടിൽ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കണേ. അപ്പോൾ മോക്ക് ഡ്രില്ല് കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഇവാക്വേഷൻ വന്നു കഴിഞ്ഞാൽ, അയ്യോ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാം, ഈ സാധനം ഇട്ടിട്ട് വരാം, ബോട്ടിൽ കയറാം, അതാണ് ഉദ്ദേശിച്ചത്. ഉണ്ടാ അത് ഊര ഇനി തിരിച്ചു പോകുമ്പോൾ ജാക്കറ്റ് ഊരിയിട്ട് പോകണമെന്നാണ് പറയണത്, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. ഈ പുള്ളിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ക്യാപ്റ്റൻ. ഹലോ, ഇത് കണ്ട, ഈ കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള ഷിപ്പ്. ഓഷ്യൻ ആൽബട്രോസിൻ്റെ തന്നെയാണ് കേട്ടോ ഈ സംഭവം. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇനിയും ഓരോരോ സ്ഥലങ്ങൾ കാണാനുണ്ട്. കണ്ട, ജിമ്മൊക്കെ ഉണ്ട്, അടിപൊളി. ഇത് സ്പായാണ് കേട്ടോ. ഇത് കണ്ട, സ്പാ റിസപ്ഷനൊക്കെ ഉണ്ട്. ഷിപ്പ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൽ പോയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരു എരമ്പലും പിന്നെ നോക്കുമ്പോൾ ഷിപ്പ് ഒന്ന് മൂവ് ചെയ്യണ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഈ മനസ്സിലായി സംഭവം എടുത്ത്. സമയം 6 മണി. നമ്മുടെ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. എൻ്റെ പൊന്ന്, ഇത് കണ്ട ഈ ഷിപ്പുകളൊക്കെ. ഇത് ജർമ്മനിയിലെ ഷിപ്പാണ്. ഒരു പതാക കാണുന്നുണ്ട്, ജർമ്മനിയുടെ പതാക കാണാം. അതിനകത്ത് ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴാണ് പോകണോ? ഇതിനകത്ത് എന്തോരം പേർക്ക് കയറാന്നറിയാവോ? നമ്മുടെ ഷിപ്പിൽ
പാസഞ്ചേഴ്സ് 181 വരാം. അത് എക്സ്പെഡിഷൻ ഷിപ്പാണ് ഉണ്ടാവും. ഇത് എക്സ്പെഡിഷൻ ഷിപ്പല്ല, ഇത് മറ്റേ ലക്ഷറി ക്രൂസ് ഷിപ്പില്ല, അങ്ങനത്തെ ടൈപ്പാണ്. നമ്മൾ എക്സ്പെഡിഷന് പോകുന്ന ഷിപ്പാണ്, അതാണ് എണ്ണം കുറവ്. ഇതേ അവിടെ ആൾക്കാരൊക്കെ ടാറ്റ കാണിക്കുന്നു. അവിടെ ആൾക്കാരൊക്കെ ടാറ്റ കാണിക്കുന്നത് നമ്മൾ പോകുമ്പോ. ഒച്ച ഒരു അപ്പൂപ്പൻ ഡാൻസ് കളിക്കണ നോക്കി, ഒരു അപ്പൂപ്പൻ അവിടെ ഡാൻസ് കളിക്കണ നോക്കി, അപ്പുറത്തെ ഷിപ്പ് കാണിച്ച്. അത് കൊള്ളട്ടെ, എന്താ അടിപൊളി. എല്ലാരും ടാറ്റൊക്കെ തരുന്നുണ്ട്. ടാറ്റ, നമുക്കും ടാറ്റ കൊടുത്തേക്കാം. സെലിബ്രിറ്റി എക്സ് ക്രൂയിസസ് എന്നാണ് അതിന്റെ പേര്. പൊളി പോലെ. അയ്യോ, നമ്മൾ ഉഷാർ നഗരത്തിനോട് ടാറ്റ പറഞ്ഞില്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ ഉഷുവായ നഗരത്തിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ നേരെ അന്റാർട്ടിക്കയിലോട്ട് പോകുന്നു മോനെ. ഒരു ബോട്ട് വരുന്നുണ്ട്, നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ കാണുന്ന പോലത്തെ വെസല്. കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു കേട്ടോ. വേറെ കാര്യമുണ്ടേ, നെറ്റ് ഇപ്പോൾ പോവും. എനിക്കാണെങ്കിൽ 3G ആണല്ലോ, പിന്നെ ഇനി നെറ്റില്ല. ഇന്റർനെറ്റ് വേണമെങ്കിൽ സാറ്റലൈറ്റ് കിട്ടും, ഭയങ്കര റേറ്റാണ്. എത്രയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, പറയൂ. ഞാൻ ആദ്യം ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇന്നലെ വരെ 11 മണിക്കെങ്കിലും ഇരുട്ടാവുമായിരുന്നു. ഇനി അതില്ലെന്ന്, ഇനി ഫുൾ ടൈം വെട്ടം. 6 മാസം പകലും 6 മാസം ഇരുട്ടല്ലേ അന്റാർട്ടിക്കയില്. അതാണ് അവസ്ഥ കേട്ടാ. ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണാം. ബീഗൽ ചാനൽ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കടലിടുക്കാണ്. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ടിയാറ ഡെൽ ഫ്യൂഗോ ദ്വീപ സമൂഹത്തിലെ ചില്ലിക്കും അർജന്റീനയ്ക്കും ഇടയിലുള്ള ഒരു കടലിടുക്കാണ് ഈ കാണുന്ന ബീഗൽ ചാനൽ എന്ന് പറയുന്നത്. ഏകദേശം 240 കിലോമീറ്റർ നീളം ഉണ്ട് കേട്ടോ ഈ ഒരു ബീഗൽ ചാനലിന്. അതുപോലെ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ വീതിയുണ്ട്. ഈ കടലിടുക്കിനോട് ചേർന്നുള്ള ഏറ്റവും വലിയ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അർജന്റീനയിലെ ഉഷുവായാണ്. പക്ഷേ ചില്ലിയുടെ പ്യൂട്ടോ വില്യംസ് എന്ന് പറയുന്ന ഒരു നഗരം കൂടിയുണ്ട്. അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജനവാസ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് പൊതുവെ അറിയപ്പെടുന്നത് ഈ അർജന്റീനയിൽ നമ്മൾ സഞ്ചരിച്ച ഉഷുവായ എന്ന് പറഞ്ഞ നഗരമാണ് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നഗരം എന്നാണ് പൊതുവെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷൻ ആയിരിക്കാം. എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊക്കെയാണ് അത് ആ സിറ്റീനെ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നതിന്റെ വലതു ഭാഗത്ത് കാണുന്ന ഭാഗങ്ങളെല്ലാം ചിലി എന്ന രാജ്യത്തിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ പ്യൂർട്ടോ വില്യംസ് എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം കൂടിയുണ്ട്. ശരിക്കും അതാണ് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജനവാസ കേന്ദ്രം എന്ന് പറയുന്ന ഒരു നഗരം. ഈ വലതുഭാഗം കാണുന്ന പ്രദേശങ്ങൾ മുഴുവനും, ഐലൻഡുകൾ മുഴുവനും, ഈ കാണുന്ന മലകൾ മുഴുവനും ചിലി എന്ന് പറയുന്ന രാജ്യമാണ്. അതുപോലെ ഇടതുഭാഗത്ത് കാണുന്ന മലകൾ കണ്ടോ, അത് ഫുള്ള് അർജന്റീനയാണ്. അതായത് ഈ ഒരു ബീഗൽ ചാനൽ എന്ന് പറയുന്നത് അർജന്റീനയ്ക്കും ചിലിക്കും നടുവിലൂടെയുള്ള ഒരു കടലിടുക്കാണ്. 2 രാജ്യങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ ഈ ചിലിയുടെ പല ദ്വീപുകളും അർജന്റീന അവകാശപ്പെട്ടിരുന്നിട്ടാ. അതിന്റെ പേരിൽ അർജന്റീനയും ചിലിയും തമ്മിൽ 1840 മുതൽ ഇവിടെ തർക്കം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പിക്ടൻ, ലെനോക്സ്, ന്യൂവ എന്നൊക്കെ പറയുന്ന കേപ്പ് ഹോൺ വരെയുള്ള ഒരുപാട് ചെറിയ ദ്വീപുകളൊക്കെ അർജന്റീന അവകാശപ്പെട്ടിരുന്ന ദ്വീപുകളാണ്. അത് ഒരുപാട് നാള് ഈ ഒരു ബീഗൽ സംഘർഷം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രശ്നമായിരുന്നു. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചിലിയുടെയും അർജന്റീനയുടെയും നാവികസേനയൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഷെല്ലാക്രമണങ്ങൾ വരെ ഉണ്ടായിരുന്നു. 1978 ഇരു രാജ്യങ്ങളും തമ്മിൽ അത് യുദ്ധത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1984 ചിലിയും അർജന്റീനയും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടി നിലവിൽ വരികയും 1985 മെയ് 2 തർക്കപ്രദേശമായ ദ്വീപുകള് ചിലിക്ക് വിട്ടു നൽകുന്ന ഒരു ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഔദ്യോഗികമായി അവസാനിക്കുകയും ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്തത്. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നതിന്റെ ഈ വലതുഭാഗത്തുള്ള മലനിരകളും ദ്വീപുകളും മുഴുവനും ചിലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് യാഗൻ ജനതയാണ് ഈ ചാനലിനോട് ചേർന്നുള്ള ദ്വീപുകൾ താമസമാക്കിയത്. അവരാണ് ഇവിടുത്തെ ആദിമ മനുഷ്യര്. ആദ്യകാല യാഗൻ സെറ്റിൽമെന്റിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് പുരാവസ്തു സൈറ്റുകളൊക്കെ ഈ ഒരു പ്രദേശത്തുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ ഒരു ബീഗൽ ചാനലിന് ആ ഒരു പേര് ലഭിക്കാനുള്ള കാരണം, അതായത് നിങ്ങൾ ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടാവും, കാരണം നമ്മളതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ. ഒരു ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനും ഭൂഗർഭ ശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമായിരുന്നു ചാൾസ് റോബർട്ട് ഡാർവിൻ. പരിണാമ ജീവശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ജീവജാലങ്ങളും ഒരു പൊതു പൂർവികനിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് അദ്ദേഹം കണ്ടുപിടിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തത്. ഇത് പൊതുവെ അംഗീകരിക്കപ്പെടുകയും ഒരു അടിസ്ഥാന ശാസ്ത്ര സങ്കല്പമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചാൾസ് ഡാർവിൻ 1831-36 കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള തന്റെ ആദ്യ പര്യവേഷണം നടത്തിയത് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലുകൊണ്ടായിരുന്നു. അപ്പോൾ ചാൾസ് ഡാർവിൻ ഈ പ്രദേശം പര്യവേഷണം ചെയ്ത ആ ബ്രിട്ടീഷ് കപ്പലായ HMS ബീഗിളിന്റെ പേരിലാണ് ഈ ഒരു കടലിടുക്കിന് ആ ഒരു ബീഗിൾ കനാൽ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഒരു ചരിത്രം എടുത്താൽ അതിൽ 16ാം സ്ഥാനത്താണ് ചാൾസ് ഡാർവിനുള്ളത്. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. ചാൾസ് ഡാർവിൻ തൻ്റെ HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലും കൊണ്ട് പര്യവേഷണം നടത്തിയ അതേ കടലിടുക്കിലൂടെ നമ്മളും യാത്ര ചെയ്യുകയാണ്. ഈ ബീഗൽ കനാലിന്റെ വടക്ക് ഭാഗത്ത് മഗല്ലൻ കടലിടുക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓഷ്യൻ ഡ്രേക്ക് പാസേജ് ആണ്. ഈ മഗല്ലൻ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ 1519 പോർച്ചുഗീസ് നാവികനും ഒരു സ്പാനിഷ് പരിവേഷകനുമായിരുന്ന ഫെർഡിനാഡ് മഗലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കടലിടുക്കാണ്. മനുഷ്യന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ലോകയാത്രയായിരുന്നു മഗല്ലൻ പരിവേഷണം. 1519 സെപ്റ്റംബർ മുതൽ 1522 സെപ്റ്റംബർ വരെ കാലഘട്ടങ്ങളിലായിരുന്നു ആ യാത്ര ഫെർഡിനാഡ് മഗല്ലൻ നടത്തിയത്. മഗല്ലൻ എൽക്കാനോ പരിവേഷണത്തിന് സഹായിച്ച സ്പെയിനിലെ രാജാവ് ചാൾസ് അഞ്ചാമനാണ് മഗല്ലന്റെ ബഹുമാനാർത്ഥം ആ ഒരു കടലിടുക്കിന് മഗല്ലൻ കടലിടുക്ക് എന്ന് പേരാക്കിയത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയേക്കാണ്. അയ്യോ, ഒരു കാര്യമുണ്ട്. അപ്പുറത്ത് കാണുന്ന മല കണ്ട, അത് ചിലിയാണ്. ചിലി ഇത് ചിലി, ഇപ്പുറത്ത് കാണുന്ന അർജന്റീന. അതിൽ നിന്ന് അടുക്ക കൂടി പോകുന്ന സ്ഥലമാണ് ബീഗിൾ കനാൽ എന്ന് പറയും. ബീഗിൾ കനാലിൽ കൂടിയാണ് നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത്. അത് ചിലിയാണ്. കണ്ട, ചിലി എന്ന് പറയുന്ന ഒരു രാജ്യം, ഇപ്പുറത്ത് കാണുന്നത് അർജന്റീന എന്ന് പറയുന്ന ഒരു രാജ്യം. എൻ്റെ പോലെ 2 രാജ്യം ഒന്നിച്ചുണ്ട്. ക്യാപ്റ്റനെ അടുത്തൊരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നും പോകാനും തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ കഴിയുമല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഒരു ഭാഗം കഴിയും. പിന്നെ രാത്രി 11 മണി വരെ വെട്ടമുണ്ട്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇത് കഴിയില്ലായിരിക്കും, നല്ല ദൂരമുണ്ട് ഇത്. പക്ഷെ എൻ്റെ മോനെ, അപ്പുറത്ത് ചിലി, ഇത് അർജന്റീന. അടിപൊളിയല്ലേ, നൈസല്ലേ, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല രസമുണ്ട് നീലാകാശമൊക്കെ. അപ്പം ബാക്കി കുറേ ഡീറ്റെയിൽസ് പറയാനായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം, വെതർ ഭയങ്കര മോശമാണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നാളെ രാവിലെ 5 മണിക്കായിരിക്കും, ഭയങ്കര ഷേക്കിംഗ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കരുതിയിരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിപ്പിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഈ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, എന്തൊക്കെ സർവീസ് ഉണ്ട്, എന്തൊക്കെ ഫെസിലിറ്റി ഈ ഷിപ്പിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ട. ഇതിനകത്ത് ഈ ഷെഫ് മുതൽ സ്പായുടെ ഹെഡ് വരെ എല്ലാ ഡീറ്റെയിൽസും ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂടുതൽ ആൾക്കാരും ഫിലിപ്പീൻസുകാരാണ് കേട്ടോ. പിന്നെ പറഞ്ഞത്, ഈ ഷിപ്പിലുള്ള എല്ലാ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളവും നിങ്ങൾക്ക് കുടിക്കാൻ സേഫാണ്, അത് യാതൊരു പ്രശ്നമില്ല. ഇതെല്ലാം കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഷിപ്പായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വൈഫൈക്ക് കിട്ടും കേട്ടോ, വൈഫൈയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ 7 മണി തൊട്ട് നമുക്കിവിടെ ഡിന്നർ കിട്ടും. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് വെജാണ്, ചോറും കറിയൊന്നും കിട്ടില്ല. നൂഡിൽസ് ഉണ്ട്, ഇത് ഫിഷ്, ഇത് പോർക്ക്, പിന്നെ എന്താ റൈസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രൈഡ് റൈസും ഉണ്ട്, അതിവിടെ ചൂടാക്കി തരും. പിന്നെ കുറേ സാലഡ്, പച്ചക്കറി, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ റെഡ് വൈന്, ബിയർ, എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആവശ്യമുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ഇടവം പോലെ 2 പേര് ഇരിക്കുന്നുണ്ട്. ഇത് ചൈനയിൽ നിന്നുള്ള വെർജീന, വെർജീന, ചൈന, ഹോങ്കോങ് റൈറ്റ്, യെസ്, ഹോങ്കോങ് എന്നുള്ളതാണ്. അതുപോലെ ഇത് അയർലൻഡിൽ നിന്നുള്ള കോർണർ, ഓക്കെ. പിന്നെ നമ്മുടെ മലയാളി ചേട്ടന്മാരും ഇരിക്കുന്നുണ്ട്, യെസ്. വേറൊരു കോമഡി ഉണ്ട്, നമ്മുടെ ജിഷ്ണു ചേട്ടനുണ്ട് ഇവിടെ. പുള്ളിയുടെ മൊബൈലിൽ ചില്ലിയുടെ റേഞ്ച് വന്ന്, അത് കൊള്ളാം, നെറ്റൊക്കെ കിട്ടും. കാരണം ചില്ലി തൊട്ടപ്പുറത്ത് ചില്ലിയാ, ഇപ്പുറത്തെ അർജന്റീന. എൻ്റെ നടുക്ക് കൂടിയാണല്ലോ നമ്മൾ പോകണേ. നമുക്കൊന്നും മേളിലോട്ട് പോയിട്ട് ഇപ്പോഴത്തെ കാഴ്ച ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ട, എനിക്ക് പുറകെ കാണുന്നത് ചില്ലി എന്ന് പറയുന്ന രാജ്യമാണ്. ചില്ലിയിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, വിസ കിട്ടിയിട്ടില്ല.
നമുക്ക് പിന്നീട് എപ്പോഴും നോക്കാം. സൂര്യൻ ഇപ്പോൾ അസ്തമിക്കില്ല കേട്ടോ, കുറേ സമയം എടുക്കും. ഇപ്പം എത്ര മണിയാണെന്ന് അറിയാമോ? രാത്രി 8 മണി. 8 മണി, രാത്രി 8 മണിയാണ് ഈ കാണുന്നത് അർജന്റീന സൈഡാണ് കണ്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, വല കെട്ടിയിട്ടാണ്. അത് ആക്ച്വലി എന്താ കാരണം എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് കഴിയുമ്പോൾ ഹാടാൻ തുടങ്ങും. അതായത് സീ റഫ് ആണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളമൊക്കെ തെറിച്ച് ഈ ഡെക്കിലൊക്കെ വീഴും. അപ്പോൾ പ്രശ്നം അതുകൊണ്ടാണ് അവർ കാലിയാക്കി ഇട്ടേക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ വേറെ കാര്യമുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ വെതർ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വെളുപ്പിന് 5 മണിക്ക്, നാളെ വെളുപ്പിന് 5 മണിക്ക് നല്ലോണം ആടാൻ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സീ റഫാണ്, കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു, ഭയങ്കര ആട്ടുമായിരിക്കും. നമുക്ക് നോക്കാം എന്തോരം ആടും എന്നൊന്നും എനിക്കറിയില്ലെന്നോ. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, നമ്മൾ കുറേ ആടിയിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഉഷുവായെന്ന് വിട്ടിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, പിന്നെ ആ ബ്രീഫിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബീഗൽ കനാലിൽ കൂടിയാണല്ലോ. ഈ ബീഗൽ കനാൽ കഴിഞ്ഞിട്ട് ഓപ്പൺ സീലോട്ട് എത്തണമെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കോട്ടാ. അപ്പോൾ 2 മണിക്കൂറായിട്ട് നമ്മൾ ഏകദേശം പകുതി ഭാഗം പിന്നിട്ടിട്ടുണ്ട്. ബീഗൽ കനാലിലെ പകുതി കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു ഇനിയൊരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുറത്തേക്ക് എത്തും. കാണാൻ പറ്റും, വെട്ടം ഉണ്ടാവേണ്ടതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോഴാണ് ഈ ചില്ലിയും അർജന്റീനയൊക്കെ ഇങ്ങനെ കാണാൻ, എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്. ഓപ്പൺ സീലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങ കാണില്ല, എല്ലാം കടലും, മൊത്തം കടലും, മേളിൽ നീലാകാശം, വേറെ സാരം ഉണ്ടാവില്ല. ഈ ചില്ലിയുടെ ഈ കാണുന്ന ഭാഗത്തൊക്കെ എനിക്കൊന്ന് ടവർ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് റേഞ്ച് കിട്ടിയത്, ചില്ലിയുടെ റേഞ്ച് വന്നു. അവിടെ എന്തോ ടൈപ്പ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടേ. ഇവിടെ നോക്കുമ്പോൾ ഒരു ബോട്ട് എന്തൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതെന്താ ലൈറ്റ് ഹൗസോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. എനിക്ക് തോന്നിയത് മൊത്തം ഫോറസ്റ്റാന്ന് തോന്നുന്നു, ചില്ലിയുടെ ഫോറസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് കിട്ടും. ഇൻ്റർനെറ്റിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞു, $150 24 മണിക്കൂറത്തേക്ക്. നല്ല റേറ്റ് ആണെങ്കിലും നമുക്ക് നെറ്റ് ഉപയോഗിക്കാം ഏത് കടലിലും. ഇതെനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് നെറ്റ് ആയിരിക്കും. സ്പീഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മളൊപ്പം നേരത്തെ കണ്ട കോർണർ ഇല്ലേ, കോർണർ എന്ന് പറഞ്ഞാൽ മറ്റേ ഐരിഷാരൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ കണ്ട പുള്ളിക്ക് നെറ്റ് ഉണ്ട്, പുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ പുള്ളി നോക്കിയായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഥയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേ ഒരു ചേച്ചി വന്നിട്ട് ഈ പെങ്കിൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല. പിന്നെ അതാണോ? അയ്യോ അതാണോ? അതെ, ആ ചേച്ചി പറഞ്ഞത് ഇതിൽ കൂടി പെങ്കിൻ നീന്തി പോകണമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഐലൻഡിൽ കാണുന്ന പെങ്കിൻസാന്ന് തോന്നണ്ട. നോക്കട്ടെ, സൂം ചെയ്ത് നോക്കട്ടെ. പെങ്കിനാണോ? പക്ഷെ ഇത്ര സൂം ചെയ്തിട്ടും കാണുന്നില്ല. പെങ്കിനാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഉണ്ട്, എന്തോ ജീവി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ പെങ്കിൻ്റെ ലോകത്തോട്ടാണ് പോണത്. അപ്പോഴാണ് ഇതൊക്കെ കാണും. പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഇത് വരുമല്ലോ. അത് കുറേ പക്ഷികളുണ്ട് കേട്ടോ അവിടെ. പെങ്കിനുണ്ടോയെന്ന് പറഞ്ഞില്ല, പെങ്കിന് നീന്തിപ്പോയെന്ന് പറഞ്ഞാൽ. സമയം ഇപ്പോൾ രാത്രി 10 മണിയായി. നൈസായിട്ട് കിടന്ന് ഉറങ്ങണം. എനിക്ക് ആ ജെറ്റ് ലാഗിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ടൈം സോൺ മാറിയതിൻ്റെ കാരണം. ഇപ്പോൾ നാട്ടിൽ എത്ര മണിയാണെന്ന് അറിയാമോ? ഇവിടെ 10 മണിയല്ലേ. ഒരു മിനിറ്റ് നാട്ടിലെ സമയം പറഞ്ഞുതരാം. നാട്ടിൽ രാവിലെ 7 മണി. അതായത് ഇവിടെ ഒരു ദിവസമില്ല, അവിടെ അടുത്ത ഡേ ആയി. മനസ്സിലായി? അത്രയും ഡിഫറൻസ് ഉണ്ട്. 8.5 മണിക്കൂറൊക്കെ ഇല്ലേ. വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓപ്പൺ സീലോട്ട് കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഇടയിൽ കൂടിയാണെങ്കിൽ വന്നത് ബീഗൽ കനാൽ. അതായത് ഒരു സൈഡിൽ അർജന്റീന, ഒരു സൈഡിൽ ചില്ലി. അപ്പോൾ വലിയ തിരയും ബഹളമൊന്നുമില്ല, ശാന്തമായ സ്ഥലമാണ്. കാരണം വലിയ മലകളൊക്കെ നിൽക്കല്ലേ. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് ഓപ്പൺ സീലോട്ട് കയറി. ഓപ്പൺ സീ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പസഫിക് ഓഷൻ, ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷൻ, രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ സ്ഥലമാണ്. ചില സമയത്തൊക്കെ 20 അടി ഉയരത്തിലൊക്കെ തിര വരും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ ക്യാപ്റ്റൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രാവിലെ 5 മണിക്ക് ഭയങ്കര റഫായിരിക്കും. പക്ഷെ ഇപ്പോഴേ ചെറിയൊരു ആട്ടം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സീനാണ് പുറത്ത്. ഞാനിപ്പോൾ ദിവസത്തെ തുറന്നു നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. അത് തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ഇത് കാണിച്ചു തരാം, കണ്ടാൽ നോക്കിക്കോട്ടെ. ഇതിൽ കൂടിയാണ് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ച നമ്മുടെ റൂമിൽ നിന്ന് കിട്ടുന്നത്. ഇത് കണ്ടോ പുറത്തെ സീൻ നോക്കിക്കോട്ടെ. കണ്ടോ കടല് അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഇതിനകത്ത് കയറി. ഈ ബാൽക്കണിയുള്ള റൂമുകളില്ലേ, ഈ ബാൽക്കണി എടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഇതേപോലത്തെ റഫാണെങ്കിൽ ആ വാതിൽ തുറക്കാൻ പറ്റില്ല, ആ ബാൽക്കണി തുറക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം അടിച്ച് അകത്തോട്ട് കയറും. പിന്നെ നല്ല തണുപ്പാണെങ്കിലും ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ബാൽക്കണിയുടെ വാതിൽ തുറക്കാൻ പറ്റില്ല, നല്ല തണുപ്പ് അടിച്ച് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് പുറത്തെ കാഴ്ച അടിപൊളിയായിട്ട് കാണാം എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും വലിയ അടിപൊളി. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. നാളെ രാവിലെ എനിക്കും ഇങ്ങനെ ആടി കട്ടിലിൽ നിന്ന് ചാടി താഴത്തേക്ക് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ബൈ. നാളത്തെ എപ്പിസോഡിൽ വെയിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നോക്കാം. നാളെയാണ് ആക്ച്വലി ബ്രേക്ക് പാസേജിലോട്ട് പ്രധാനമായിട്ട് കിടക്കണം. ഇന്ന് രാത്രി കിടക്കും.